അങ്ങനെ ചോദിക്കുന്ന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ വിചാരിക്കണ കാര്യങ്ങളൊന്നും പലപ്പോഴും അങ്ങനെ നടക്കാറില്ല അല്ലേ. നമ്മളൊക്കെ പല കാര്യങ്ങളും വിചാരിക്കാം. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്താ ഈ വിചാരിക്കണ കാര്യമൊന്നും അങ്ങനെ വിചാരിക്കണ പോലെ നടക്കാത്തതെന്താ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഭഗവാൻ പറയുന്ന ഒരു മറുപടിയാണ് പിന്നീട് നമ്മളിവിടെ വായിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് കേട്ടു. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായ മറുപടി ഭഗവാൻ തരികയാണ്. അപ്പോൾ അതിന് ഭഗവാൻ പറയുന്നു, ഈ സാധാരണ ഒരു മനുഷ്യന്, ആ മനുഷ്യൻ ആരോ ആവട്ടെ, ആരാണെങ്കിലും അദ്ദേഹത്തിന് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കാൻ കുറേ മാർഗങ്ങൾ ഭഗവാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് ഇത് കേട്ട് നോക്കാം, ചെയ്തു നോക്കാം. നമ്മൾ എന്താണോ വിചാരിക്കണത് അത് എന്തായാലും വിരോധമില്ല. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആര് സാധിപ്പിച്ചു തരും? ഭഗവാൻ സാധിപ്പിച്ചു തരും. ഇതൊക്കെ കേട്ടിട്ട് നമുക്കിങ്ങനെ സംശയം, അങ്ങനെ ഭഗവാൻ നമ്മൾ ഈ വിചാരിക്കണമൊക്കെ സാധിപ്പിച്ച് തരുമോ? സംശയിക്കുകയേ വേണ്ട, എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിക്കും. പക്ഷെ അതിന് ചില എന്താ പറയുക, ഉപായങ്ങളാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 24 മാർഗങ്ങളാണ് ഭഗവാൻ ഇതിനു വേണ്ടി പറഞ്ഞു തരുന്നത്. ഈ 24 മാർഗങ്ങളിൽ നമുക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പം അതിനെപ്പറ്റിയാണ് ഇനി ശ്രോതാക്കളുടെ ശ്രദ്ധ തിരിക്കുന്നത്. അപ്പം അതിൽ ഈ 24 മാർഗങ്ങൾക്ക് യമനിയമങ്ങൾ എന്നാണ് പറയുക. ഭാഗവതത്തിൽ ഈ കഥകളൊക്കെ നടന്നിട്ട് കാലം കുറേ കഴിഞ്ഞു. നമ്മളിപ്പോൾ അവരെ പറ്റി, ഉദ്ധവനെ പറ്റിയോ കൃഷ്ണനെ പറ്റിയോ നമ്മളിരുന്ന് ഇങ്ങനെ പറയുന്നതുകൊണ്ട് കാര്യമില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് ഈ ഭാഗവതം കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയോജനമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ കഴിയും, ആധ്യാത്മികമായിട്ട് നമുക്കെങ്ങനെ ഔന്നത്യത്തിലെത്താനും കഴിയും, ഇത്തരം കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം അതിന് ഭഗവാൻ പറയുന്നു, ഈ യമനിയമങ്ങൾ പല മനുഷ്യരും ശീലിക്കാറില്ല. അതുകൊണ്ടാണ് അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ പോകും. എന്നാൽ ഭഗവാൻ വിചാരിക്കാഞ്ഞിട്ടല്ല, മനുഷ്യൻ വിചാരിച്ചിട്ടാണ് മനുഷ്യൻ കാര്യങ്ങൾ നടക്കാതെ പോകും. അപ്പോൾ യമനിയമങ്ങൾ ഉദ്ധവ എല്ലാവരും ശീലിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, ഇനി വരാനിരിക്കുന്ന കലിയുഗത്തിൽ ഭഗവാനെ യമനിയമങ്ങൾ എന്താണെന്നും ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ട് ഭഗവാൻ തന്നെ പറയുകയാണെങ്കിൽ ബദരിയാശ്രമത്തിൽ പോയിരുന്ന് എനിക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്നവർക്കൊക്കെ യമനിയമങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവരെന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. ഭഗവാൻ പറഞ്ഞു, ശരി കേട്ടോളൂ എന്ന് പറഞ്ഞ് യമനിയമങ്ങളെല്ലാം ഭഗവാൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? ബുദ്ധവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം നമുക്കും അറിയണമല്ലോ എന്താണ് യമനിയമങ്ങൾ. യമനിയമങ്ങൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ യമങ്ങളും നിയമങ്ങളുമാണ്. 12 യമങ്ങളും 12 നിയമങ്ങളുമാണ്. ഈ 12 യമങ്ങളും 12 നിയമങ്ങളും അതിൽ കുറേ ചെയ്താൽ തന്നെ മതി, മുഴുവനൊന്നും ചെയ്യേണ്ട. അതിൽ ഏതെങ്കിലും ചിലതൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ എന്താ പറയുക, ഒരു പ്രയാസവും ഇല്ലാതെ അത് നടക്കുമെന്ന് ഭഗവാൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പം അതിൽ ആദ്യം ഭഗവാൻ പറയുന്നത് അഹിംസ. അഹിംസ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു വ്രതമാക്കി എടുക്കുക. ആരെയും ഹിംസിക്കാതെ ജീവിക്കുക എന്നുള്ളത് യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഞാൻ പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ കേട്ടതുകൊണ്ടോ കാര്യമില്ല. ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് 24 ഗുരുക്കന്മാരുടെ കഥ പറയുമ്പോൾ പറഞ്ഞു അല്ലേ, എട്ടുകാലിയൊക്കെ കാണുമ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മുടെ വീടുകളിൽ എട്ടുകാലിയെ കാണുമ്പോൾ സാധാരണക്കാരൻ എന്താ ചെയ്യുക നമുക്കറിയാലോ അല്ലേ. പല പല ജീവികളെയും കാണുമ്പോഴൊക്കെ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? യാതൊരു കരുണയും കാണിക്കാതെ ജീവജാലങ്ങളെ കൊന്നൊടുക്കുമ്പോൾ അവൻ്റെ പല ആഗ്രഹങ്ങളും നടക്കാതെ പോവാൻ. ചില ആൾക്കാർ കണ്ടില്ലേ, കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു പോകുന്നു, പല പല വിഷമങ്ങൾ ഉണ്ടാകുന്നു. ഇതിനൊക്കെ കാരണം ഈ നമ്മൾ പലതരത്തിലുള്ള ജീവജാലങ്ങളെ കരുതി കൂട്ടി ഉപദ്രവിക്കുന്നത് കൊണ്ടാണ്. അതും അതിനെപ്പറ്റി ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വലിയ ദുരന്തങ്ങളാണ് മറ്റു ജീവജാലങ്ങളെ ഉപദ്രവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. അതുപോലെ തിരിച്ചും പറയണം, ജീവജാലങ്ങൾക്ക് വേണ്ട ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വലിയ 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 ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുക. അത്ര എളുപ്പമാണല്ലേ. ഒന്നും വേണ്ട, ഒരു ജീവി ഇപ്പം നമ്മളിങ്ങനെ ഒരു ബക്കറ്റിൽ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് കുളിക്കാൻ നിൽക്കുകയാണ്, നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രാണി ഇങ്ങനെ പടഞ്ഞു കളിക്കുകയാണ്. അതിനെന്തെങ്കിലും ഒരു ഇല, ഒരു വാഴയുടെ ഇലയോ എന്തെങ്കിലും അതിൽ വെച്ച് കൊടുത്തിട്ട് ആ പ്രാണിയെ രക്ഷിക്കാൻ ആകെ ഒരു മിനിറ്റല്ലേ വേണ്ടൂ. ചിലപ്പോൾ കാണാൻ നല്ല മിനുസമുള്ള ചില പ്രതലങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രാണികൾ കുടുങ്ങിപ്പോകും. മിനുസമുള്ള പ്രതലത്തിൽ ഈ പ്രാണികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷപ്പെട്ടു പോകാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് എങ്ങനെയെങ്കിലും ആ പ്രാണിയെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുക. നമ്മൾക്ക് ആകെ ഇതിന് വേണ്ട സമയം 1 മിനിറ്റോ 2 മിനിറ്റോ മതിയല്ലേ. ആ പ്രാണി നമ്മൾ ഉപദ്രവിക്കാണ്ട് നോക്കണം, ഇതിനെ രക്ഷപ്പെടുത്തിയാൽ മതി, അതിൻ്റെ വഴിക്ക് വിട്ടേക്കും. പക്ഷെ ആ ഒരു 2 മിനിറ്റ് കൊണ്ട് ഭഗവാൻ പറയുന്നു, നമുക്ക് കിട്ടുന്ന ഈശ്വരാനുഗ്രഹം അതെത്രയാണെന്ന് കണക്കാക്കാൻ പോലും പറ്റുകയില്ല.
ഇത്രത്തോളം വിപുലമായൊരു വിഷയമാണ് ഈ അഹിംസ എന്ന് പറയുന്ന വിഷയം. ആരെയും ദ്രോഹിക്കാതിരിക്കുക. 3 തരത്തിലാണ് ഒരാളെ ദ്രോഹിക്കാൻ പറ്റും. ഒന്ന് വാക്കുകൊണ്ട് ദ്രോഹിക്കുക, പിന്നെ ശരീരം കൊണ്ട് ദ്രോഹിക്കുക, മനസ്സുകൊണ്ട് ദ്രോഹിക്കുക. അങ്ങനെ 3 തരത്തിലാണ് ഹിംസ എന്ന് പറയുന്നത്. അപ്പോൾ വാക്കുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ ഹിംസിക്കുക, അല്ലേ? ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലായി. ഒരാൾ അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, 2 ആൾ നിൽക്കുകയാണ്. അപ്പോൾ വേറൊരാൾ ബസ്സിൽ നിന്ന് ഇറങ്ങി, എവിടെയാണ് നിന്നെ കണ്ടിട്ട് കുറേ കാലമായല്ലോ എന്നൊക്കെ പറഞ്ഞു, വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ ചോദിച്ചു, എന്താ അങ്ങനെ അമ്മയും കൊണ്ട് നടക്കുന്നത്, എവിടേക്കാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല ഞങ്ങൾ ആശുപത്രിയിൽ പോവുകയാണ്. അല്ല ഭാര്യയാണ്. ശരി, ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു അമ്മയാണെന്ന്. ശരി ശരി എന്നും പറഞ്ഞു ആകെ 1 മിനിറ്റ് സംസാരിച്ചു. ബസ് സ്റ്റാൻഡിൽ എവിടെയോ വെച്ച് കണ്ട 2 പേരെ കണ്ടപ്പോൾ ഇയാൾക്ക് തോന്നി ഇതെൻ്റെ സുഹൃത്തിൻ്റെ അമ്മയാണ് തോന്നി. കണ്ടപ്പോൾ ചിലപ്പോൾ പ്രായം തോന്നിച്ചിട്ടുണ്ടാവും. ഉടനെ എടുത്തടി മാതിരി പറഞ്ഞപ്പോൾ വീട്ടിലെത്തിയ സമയത്ത് ഈ സ്ത്രീക്ക് വലിയ വിഷമമായി. ഈശ്വര, എൻ്റെ ഭർത്താവിൻ്റെ ഏതോ ഒരു കൂട്ടുകാരൻ ബസ് സ്റ്റാൻഡിൽ വെച്ചൊന്ന് എന്താ പറഞ്ഞത്, എന്നെ കണ്ട അത്രയൊക്കെ പ്രായം തോന്നും, എന്നെ കണ്ട എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണെന്നൊക്കെ തോന്നും. കണ്ണാടി പോയി നോക്കി, ആകെ വിഷമായി. ഈശ്വര, എന്താ ഞാൻ കറുപ്പിച്ചിട്ടൊക്കെയാണല്ലോ പോയത് മുടി, എന്നിട്ടും എന്നെ കണ്ടിട്ട് ഇത്രയൊക്കെ പ്രായം തോന്നുന്നുണ്ടോ? ഈ സ്ത്രീക്ക് ജീവിതകാലം മുഴുവൻ ഇതൊരു വിഷമായി. ആരുടെ വാക്കുകൊണ്ട്? എവിടെയോ വെച്ച് എപ്പോഴോ ബസ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് ഏതോ ഒരാളുടെ ഭർത്താവിൻ്റെ സുഹൃത്തുകാരൻ ഇവരെത്ര വിഷമിച്ചില്ലേ. ഇതിനാണ് വാക്കുകൊണ്ട് ഹിംസിക്കുക എന്ന് പറയുന്നത്. ഒരു അടിയെടുത്ത് 2 അടിയടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കുമ്പോൾ മരണാന്തം ഉണ്ടാവുന്നതാണ് പറയാം. മരിക്കുന്നത് വരെ അയാൾക്കത് മനസ്സിൽ വിഷമായിട്ടിരിക്കും. അതുകൊണ്ട് ഭഗവാൻ ഉദ്ധവനോട് പറയുന്നുണ്ട്, വാക്കുകളെ കൊണ്ട് അവ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള നല്ല 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 കാര്യങ്ങൾക്കൊക്കെ അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ബ്ലോക്കാവും, അത് തടസ്സമായി മാറും. അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, വാക്കുകൊണ്ട് ആരെയും ഉപദ്രവിക്കരുത്, ശരീരം കൊണ്ട് ഉപദ്രവിക്കരുത്, മനസ്സുകൊണ്ട് പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാതെ ജീവിച്ചാലേ അഹിംസ എന്ന് പറയുന്നതിൻ്റെ താല്പര്യമാവും. അത് നമുക്ക് ചെയ്തു നോക്കാം. രണ്ടാമതൊരു സത്യം. സത്യം എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ അല്ലേ? ഉള്ളതുപോലെ പറയുന്നതിനാണ് എന്ത് പറയാം, സത്യം എന്ന് പറയാം. അതും ശീലിക്കാൻ ഇത്തിരി പ്രയാസമൊക്കെയാണ്. വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, സത്യം പറഞ്ഞുകൊണ്ട് ജീവിക്കാം. നടന്നു പോണ സമയത്ത് ഒരാളെ പെട്ടെന്ന് മുന്നിൽ കണ്ടു, തീരെ ഇഷ്ടമില്ലാത്ത ഒരാൾ, ശത്രുവാണ് അയാൾ. എന്നാലും കണ്ടപ്പോൾ എവിടേക്കാണ് പോണത്, കൊയിലാണ്ടിക്കാ? ആയിക്കോട്ടെ, വെറുതെ ചോദിച്ചൊന്ന് മാത്രം. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ കൂടെയുള്ള മകൻ അച്ഛനോട്, അച്ഛൻ നമ്മൾ പെരുമണ്ണയ്ക്കാണല്ലോ പോകുന്നത്, പിന്നെന്താ അച്ഛൻ കൊയിലാണ്ടിക്കാന്ന് പറഞ്ഞു. അയാൾക്ക് എന്താ അറിഞ്ഞിട്ട് കാര്യം? ഞാൻ എവിടെ പോയാലും അങ്ങനെ എന്താ എന്നൊന്നും ആരും ചെയ്ത മകന് മനസ്സിലായി, എന്ത് ഇടയ്ക്കൊക്കെ കള്ളത്തരം പറയാമെന്നും മനസ്സിലായി അല്ലേ? അപ്പോൾ വാസ്തവത്തിൽ നമുക്ക് അയാളെ ഇഷ്ടമല്ല. അയാൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പെരുമണ്ണയ്ക്കാൻ പോകുന്നു, ഇയാൾ എന്തിനാ അറിയണമെന്ന് വിചാരിച്ച് ഇയാളോട് എന്തൊരു കളവ് പറഞ്ഞു. പക്ഷെ നമ്മൾ ചോദിക്കും നിസ്സാരമല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ ഭഗവാൻ പറയുന്നത്, ആ നിസ്സാരമായ ഒരു കളവ് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനിരിക്കുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾക്കാണ് തടസ്സം വരുന്നത്. അദ്ദേഹം ആരോ ആയിക്കോട്ടെ, എന്തിനാ മറ്റുള്ളവരെ ശത്രുവായിട്ട് കാണുന്നത്? ഭഗവാൻ പറയുന്നല്ലേ, കംസനെ പോലും ഭഗവാൻ ആരായിട്ട് കണ്ടിട്ടില്ല, ശത്രുവായിട്ട് കണ്ടില്ല. കൃഷ്ണനെ കംസനെ കൊല്ലണം എന്നൊരു വിചാരവും ഇല്ലായിരുന്നു. ജരാസന്ധനെ കൊല്ലണം, ഒരാളെയും ഭഗവാനെ കൊല്ലണം എന്ന് വിചാരമില്ല. അങ്ങനെ ഒരു വിചാരം പോലും ഭഗവാനില്ല. കംസൻ കൃഷ്ണനെ ശത്രുവായിട്ട് കണ്ടു, പക്ഷെ കൃഷ്ണൻ ആരെ ശത്രുവായിട്ട് കണ്ടില്ല, തൻ്റെ അമ്മാവനെ ശത്രുവായിട്ടൊന്നും കണ്ടിട്ടില്ല. ഭഗവാൻ എല്ലാവരും ഒരേപോലെയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ സത്യം എന്ന് പറയുന്ന ഒരു പദത്തിന് അത്രയും വ്യാപ്തിയുണ്ട്. ഉള്ളത് എന്താണെങ്കിലും ആ ഉള്ളതുപോലെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. അപ്പം നമ്മുടെ എല്ലാത്തിനും രാവിലെ അങ്ങനെ ഇരിക്കുക, 9 മണി, കുളിയൊന്നും കഴിഞ്ഞില്ല. അപ്പോഴാണ് നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇല്ലത്ത് കയറി വന്നു. വേഗം മനസ്സിൽ ഇയാൾ കുളിച്ചിട്ടൊന്നുമില്ല, വെള്ളം തേച്ചില്ല, എന്തായ കുളിയൊന്നും കഴിഞ്ഞില്ലേ. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ചില ആൾക്കാർ ആ സമയത്ത് ഉണ്ടാക്കി കുറേ കളവുകൾ പറയും. എന്തിനാണ് ഈ ഉണ്ടാക്കി പറഞ്ഞതില്ല, അയാളോട് പറഞ്ഞാൽ മതി, ഞാനിന്ന് ഇരിക്കാൻ വൈകി. എന്താണോ ഉള്ളത് പറഞ്ഞാൽ മതി. പല കാരണങ്ങളെ കൊണ്ട് രാവിലെ കുളിക്കാണ്ടിരിക്കാമല്ലോ അല്ലേ? അപ്പോൾ എന്താണെങ്കിലും ആ ഉള്ള കാര്യം എന്താണോ ആ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങോട്ട് പറഞ്ഞാൽ ഒരു പ്രയാസവും ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഭാഗവതത്തിലൊക്കെ. ഒരാൾ സത്യം മാത്രം പറഞ്ഞ് ജീവിച്ചതുകൊണ്ട് അദ്ദേഹം വലിയ സമ്പന്നനായ ഒരു കഥ ഭാഗവതത്തിൽ പറഞ്ഞിക്കട്ടെ. അച്ഛൻ മകനോട് പറഞ്ഞു, യാഗശാലയിൽ യാഗം കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നിനക്ക് അവകാശപ്പെട്ടതാണ് കുട്ടിയോട് പറഞ്ഞു.
കുട്ടി അത് നേരെ അവിടെ ചെന്നു, യാഗശാലയിൽ ചെന്നു, യാഗമൊക്കെ കഴിയണവരെ കാത്തിരുന്നു. നഭാഗൻ അയാളുടെ പേര്. അപ്പോൾ യാഗത്തിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കുട്ടി പോവുക, വലിയൊരു ചാക്കിലാക്കി. അപ്പം ഉണ്ട് നല്ല ശ്രദ്ധിച്ച് കേട്ടോളെ, സത്യത്തിന് എത്രത്തോളം വിലയുണ്ടെന്ന് മനസ്സിലാക്കും. കറുത്ത കണ്ണുകളൊക്കെയുള്ള ഒരാളവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, യാഗത്തിൽ ബാക്കിയുള്ള സാധനത്തിൻ്റെ അവകാശി നീയല്ല, ഇതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്. സംശയമുണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചു വരാൻ പറഞ്ഞു. ആ കുട്ടി പറഞ്ഞു, ശരി, ഞാൻ ചോദിച്ചു വരാം. ഇതാണ് സത്യസന്ധം. കുട്ടി നേരെ ആ ചാക്കൊക്കെ അവിടെ വെച്ചിട്ട് അച്ഛനോട് വരാം. അച്ഛനല്ലേ എന്നോട് പറഞ്ഞത് യാഗശാലയിൽ ബാക്കിയുള്ളതൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് പോരുമ്പോൾ കറുത്ത കണ്ണുകളുള്ള ലക്ഷണമൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരാളെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, എങ്കിൽ നീ കണ്ടത് സാക്ഷാൽ പരമശിവനെയാണ്, വേഷം മാറി വന്നതാണ്. ശിവൻ പറഞ്ഞത് സത്യമാണ്. ഒരു യാഗത്തിൽ കുറേ സാധനങ്ങൾ ബാക്കിയിട്ടുണ്ടാവും. അപ്പോൾ യാഗശാലയിൽ ബാക്കി വരുന്ന സാധനങ്ങൾക്കൊക്കെ അവകാശി സാക്ഷാൽ പരമശിവനാണ്. അച്ഛൻ അറിയാണ്ട് നിന്നോട് പറഞ്ഞു പോയതാ. ആ ശിവന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് ഭഗവാനോട് എടുത്തോളാൻ പറയുമെന്ന് പറഞ്ഞു. കുട്ടി എന്ത് ചെയ്തു? കുട്ടി അച്ഛൻ്റെ അടുത്ത് തിരിച്ചു വന്ന് അദ്ദേഹം അവിടെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് അറിയില്ലായിരുന്നു, അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ എടുത്തത്. ഞാൻ അച്ഛനോട് പോയി ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, യാഗശാലയിൽ ബാക്കിയുള്ളതൊക്കെ അങ്ങക്ക് അവകാശപ്പെട്ടതാണ്, ഞാൻ അറിയാതെ ചെയ്ത തെറ്റാണ്, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ശിവന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ ശിവൻ എന്താ മറുപടി പറഞ്ഞത്? ഇത് ശിവപുരാണത്തിലുള്ള കഥയാണ്. അപ്പോൾ ശിവൻ പറഞ്ഞു, നിന്നെപ്പോലെ ഇത്രയും സത്യസന്ധനായ ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല. അത്ര സത്യസന്ധനായിട്ടാണ് ഈ ജീവിക്കുന്നത്. ഈ കുട്ടിക്ക് കുറേ സഹോദരന്മാരുണ്ട്. സഹോദരന്മാർ ഭൂമിയൊക്കെ വീതം വയ്ക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഒരു തരി ഭൂമി പോലും കിട്ടിയില്ല. സഹോദരന്മാർ പറഞ്ഞ്, ഞങ്ങൾ മറന്നുപോയി, അച്ഛനോട് പോയി ചോദിക്കുക. എന്നിട്ട് അച്ഛനാണ് പറഞ്ഞത്, യാഗശാലയിൽ പോയിട്ട് അവിടെ ഹോമം ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക സമയത്ത് വേദത്തിലെ ചില മന്ത്രങ്ങളൊന്നും ഓർമ്മ വരില്ല. നീ വേദം പഠിച്ചതാണല്ലേ, ആ മന്ത്രങ്ങളൊക്കെ നീ ചൊല്ലിക്കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷമാകുമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ പറഞ്ഞയച്ചത്. പറഞ്ഞതുപോലെ യാഗശാലയിൽ അന്ന് കുട്ടി വന്നപ്പോൾ ഇവർക്ക് ഈ മന്ത്രങ്ങൾ ഓർമ്മ വരുന്നില്ല. ഈ പഠിച്ച മന്ത്രങ്ങൾ ഓർമ്മയിൽ വരണ്ടേ? അപ്പോൾ അവരെങ്ങനെ എന്തായിരുന്നു മാത്രം ഈശ്വര ഓർമ്മ വരുന്നില്ല. അപ്പോൾ അവർ സദസ്യരോട് ചോദിച്ചു, ഇവിടെ ആർക്കെങ്കിലും ഈ മന്ത്രം ഓർമ്മയുണ്ടോ? അപ്പോൾ ആ ചോദിച്ച് മിടുക്കൻ എഴുന്നേറ്റ് പറഞ്ഞു, ആ മന്ത്രം എനിക്ക് ഓർമ്മയുണ്ട്, ഹായ് ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി മിടുക്കനായിട്ട് ആ ശ്ലോകമൊക്കെ ചൊല്ലി മന്ത്രങ്ങളൊക്കെ ചൊല്ലിയപ്പോൾ അവർക്കെല്ലാവർക്കും വലിയ കൗതുകമായി. അങ്ങനെയാണ് കുട്ടിക്ക് ഇതൊക്കെ കിട്ടിയത്. ഏതായാലും കുട്ടി ശിവന്റെ പാദത്തിൽ നമസ്കരിച്ചപ്പോൾ ശിവൻ പറഞ്ഞു, ഇത് മുഴുവൻ നിനക്ക് കൊണ്ടുപോവാം. മുഴുവൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല കേട്ടോ, ഇഷ്ടംപോലെ സാധനങ്ങളാണ്. ശിവൻ ആ കുഞ്ഞിൻ്റെ തലയിൽ, നഭാഗൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നീ എന്നും സത്യം പറയുന്നതുകൊണ്ട് നീയും നിന്റെ കുടുംബവും എത്രയോ 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 തലമുറകൾ സമ്പന്നരായി ജീവിക്കട്ടെ എന്നുള്ള ഒരു അനുഗ്രഹവും കൊടുത്തു. അപ്പോൾ സത്യത്തിൻ്റെ ആ മഹിമയാണ് കഥയിൽ പറയണം. അപ്പോൾ സത്യം പറഞ്ഞ് ശീലിച്ചാൽ നമുക്ക് മാത്രമല്ല പിന്നീടുള്ള എത്രയോ എത്രയോ തലമുറകൾക്കാണ് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നത്. പിന്നെ മറ്റൊന്നാണ് അസഞ്ചയ. അസഞ്ചയ പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ജീവിതത്തിൽ എന്ത് ചെയ്യാം? സഞ്ചയിക്കാം, കൂട്ടിവെക്കാം. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും എന്ത് ചെയ്യരുത്? കൂട്ടിവെക്കരുത് എന്നർത്ഥം. ഇതിനാണ് അസഞ്ചയം എന്ന് പറയുന്നത്. ആസ്തിക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭഗവാൻ പറയുന്ന ഉദ്ധവനോട് ആസ്തിക്യ ബുദ്ധി ഉണ്ടാവണം. ആസ്തിക്യം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ ഭാഗവതമൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ സംശയം തോന്നും, എന്താ ഈ പറയണതൊക്കെ ഇപ്പോൾ ശരിയാണോ? ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഉണ്ടാവുമോ? ഇങ്ങനെ വിപരീത ഭാവന വരും. അങ്ങനെ വരരുത് എന്നർത്ഥം. കാരണം ഭാഗവതം മുഴുവനും വേദസാരമായതുകൊണ്ട് വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും പൂർണ്ണമായി സത്യമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അതിന് അസ്ഥി എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അസ്ഥി എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ട് എന്നാണ് അർത്ഥം. ധാരാളം നമ്മളൊക്കെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ഒരു പദമാണ് ഉണ്ട്. എന്താണോ ഉണ്ട് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ സാധനം എനിക്ക് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ നമുക്കൊന്നുണ്ടാവും, ആ സാധനം ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആസ്തിക്യ ബുദ്ധി ഉണ്ടാവണം എന്നാണ്. മഹാഭാരതത്തിലൊരു കഥയാണ്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷേ നടന്ന കഥയാണ്. ഒരു ഭാര്യയും ഭർത്താവും കൂടി ജീവിക്കുകയാണ്. അപ്പോൾ ജീവിക്കുമ്പോൾ ഒരു ദിവസം എന്തോ അവർ തമ്മിൽ എന്തോ ഒരു ചെറിയ പിണക്കം വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു, ശരി ഞാൻ എൻ്റെ കൂടെ ജീവിക്കണില്ല, ഞാൻ തപസ് ചെയ്യാൻ കാട്ടുപോകുക എന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ പുറപ്പെട്ട സമയത്ത് അവിടെ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ പറഞ്ഞു അങ്ങനെ പോകരുത്, ഈ കുട്ടി കരയാൻ തുടങ്ങി. ഇവിടെ കരയാൻ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് കല്യാണം കഴിഞ്ഞു എന്നല്ലാതെ ഒരു കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ കൂടിയ ദേവന്മാരെല്ലാവരും പറഞ്ഞു, ഇവർക്കൊരു കുട്ടി പോലും ഉണ്ടായിട്ടില്ല, അതിനു മുമ്പ് അങ്ങ് കാട്ടിലേക്ക് പോകുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ ഇരുന്നു.
എന്നിട്ട് ഭാര്യ അവിടെ അങ്ങനെ മറന്നു കിടക്കുകയാണ്. ഈ ഭാര്യയുടെ വയറിൽ അദ്ദേഹം തൊട്ടു. വേദത്തിലെ ചില മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അദ്ദേഹം പറഞ്ഞു അസ്ഥി എന്ന് പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് പോയി. അസ്ഥി പറഞ്ഞാൽ എന്താ അർത്ഥം? ഉണ്ട് എന്നർത്ഥം. ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഭാര്യ ഗർഭിണിയായി. മാത്രമല്ല, എന്നിട്ട് അതൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിയാണ് ഭാരതത്തിലെ വളരെ പ്രസിദ്ധനായിരിക്കുന്ന ആസ്തികൻ എന്ന് പറയുന്ന കുട്ടി. ഈ ആസ്തിക പർവം എന്ന് പറഞ്ഞൊരു പർവം തന്നെയുണ്ട് മഹാഭാരതത്തിൽ. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കൊരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമുക്കങ്ങോട്ട് വിശ്വാസം വരില്ല. ഈശ്വരനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ എനിക്കത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്താണെങ്കിലും ഭഗവാൻ പറയുന്നു ഉദ്ധവ അത് സാധിച്ചിരിക്കും. അതേപോലെ ഇപ്പം ഇങ്ങനെ കുറേ ഉണ്ട് യമങ്ങൾ. ഈ യമങ്ങളൊക്കെ നമ്മൾ ശീലിക്കുക. അതുപോലെ തന്നെ ക്ഷമ, കഴിയുന്നതും എന്ത് ചെയ്യണം? ക്ഷമയോടുകൂടി ജീവിക്കണം. അതുപോലെ തന്നെ മൗനം. മൗനം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളെന്താണോ ചെയ്യുന്നത് അത്. ഈ സപ്താഹത്തിനും സത്സംഗത്തിനൊക്കെ പോയാൽ ശ്രോതാക്കൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും മിണ്ടാണ്ടിരിക്കും. ആചാര്യൻ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ, നിവൃത്തിയില്ല. അപ്പോൾ ശ്രോതാക്കൾ വൈകുന്നേരം വരെ മൗനം ആചരിക്കുന്ന യജ്ഞമാണ് ശരിക്കും പറഞ്ഞാൽ സപ്താഹവും ഏകാഹവും ഒക്കെ. അപ്പോൾ അങ്ങനെ മൗനമായിട്ടിരിക്കുമ്പോൾ വൈകുന്നേരം വായന കഴിഞ്ഞു പോകുമ്പോൾ ശ്രോതാക്കൾക്കാണ് അതിൻ്റെ പ്രയോജനം കൂടുതലായിട്ട് കിട്ടുന്നത്. പിന്നെ അടുത്തതാണ് നിയമങ്ങൾ. നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശൗചം. ശൗചം പഴയ ആൾക്കാരൊക്കെ, നമ്മുടെ മുത്തശ്ശന്മാർ, നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം നമുക്കൊക്കെ ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ പഴയ ആൾക്കാരൊക്കെ ഒന്നും വേണ്ട, ഒരു മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ വെള്ളം ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യില്ല, ശൗചം ചെയ്യില്ല. പഴയ ആൾക്കാർ കുറച്ചും കൂടി പഴയ ആൾക്കാരാണെങ്കിൽ മണ്ണൊക്കെ കൂട്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്, ശൗചം ചെയ്തത്. ഇപ്പം മിക്കവാറും ആൾക്കാർ ഇതൊന്നും ഉപയോഗിക്കാണ്ടില്ലേ ചെയ്യണതല്ലേ. അപ്പോൾ നമ്മളതിൽ നിന്ന് എത്രയോ മാറിപ്പോയി. പല്ല് തേക്കാൻ പറഞ്ഞാൽ എത്ര പേര് തേക്കാറുണ്ടല്ലേ. പല്ലൊന്നും തേക്കാത്ത ഒരുപാട് ആൾക്കാർ. ഇപ്പം ചിലതരത്തില്ല ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കിട്ടും. അത് വായലൊക്കെ ആക്കിയിട്ട് കുറേ നേരം ഇങ്ങനെ ഗാർഗിൾ ചെയ്താൽ പിന്നെ നല്ല സുഗന്ധമുണ്ടാവും. പിന്നെ പല്ലൊന്നും തേക്കണ്ട, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പല്ല് തേക്കുക, അതുപോലെ വിരലുകൊണ്ടാണ് പല്ല് തേക്കേണ്ടതെന്ന് പറയും. എന്തൊക്കെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാലും നമ്മൾ വിരലുകൊണ്ട് പല്ല് തേക്കുക. എന്ത് കഴിച്ചാലും ഉടനെ നല്ല കുറച്ച് വെള്ളം എടുത്തിട്ട് വായ കഴിക്കാം, പല്ലിന് നല്ല അസുഖം വരില്ല. എന്ത് ഒരു മിഠായി കഴിച്ചു ഉടനെ എന്ത് ചെയ്യണം, മിഠായി അല്ലേ പറയട്ടെ, ഉടനെ വായ വിരലൊക്കെ ഇട്ട് തേച്ച് നന്നായിട്ട് വൃത്തിയാക്കിയാണ്. അങ്ങനെ ചെയ്താൽ പല്ലിന് ഒരസുഖം വരില്ല എന്നാണ് പറഞ്ഞത്, ഒരസുഖങ്ങളും വരില്ല. അപ്പോൾ ശൗചം എന്ന് പറയുന്ന വലിയൊരു വിഷയമാണ്. ഈ പഴയ കാലത്തൊക്കെ കണ്ടില്ലേ, നമ്മൾ എന്ത് ചെയ്താലും ആചമിക്കാൻ പറയും. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ബ്രഹ്മചാരിയായിട്ടിരിക്കുമ്പോൾ എത്ര തവണ ആചമിക്കണമല്ലേ. ആചമിച്ച് നമ്മൾ വയ്യാണ്ടോ, പിന്നെ വലുതാവും തോറും നമ്മളിതൊക്കെ നൃത്തം ചെയ്യും. അപ്പോൾ ഈ ശൗചം മുതലായ കാര്യങ്ങൾ രണ്ട് തരത്തിലുള്ള, ബാഹ്യവും ഉണ്ട് ആഭ്യന്തരവും ഉണ്ട്. അത് നന്നായിട്ട് ചെയ്യുക. ഇതൊക്കെ എന്തിനാ പറഞ്ഞു മനസ്സിലായോ? ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ. ആദ്യം എന്താ പറഞ്ഞു വന്നത്, നമ്മൾ എന്താണോ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് അതെന്തോ ആയിക്കോട്ടെ, ആ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാനുള്ള 24 മാർഗങ്ങളാണ് ഭഗവാൻ പറഞ്ഞത്. മറ്റൊന്നാണ് തീർത്ഥാടനം. ഇപ്പോൾ അത് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. തീർത്ഥാടനത്തിന് പോയി ഒരുപാട് ആൾക്കാർ എന്നോട് അനുഭവങ്ങൾ പറയാറുണ്ട്, ഇഷ്ടപ്പെട്ട പേര്. തീർത്ഥാടനം നമ്മൾ ചെയ്യുമ്പോൾ കുറേ കാലമായി നമ്മൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഒരു തീർത്ഥാടനം കഴിയുമ്പോഴേക്കും വളരെ എളുപ്പത്തിൽ നടന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ പരാർത്ഥേഹ പറഞ്ഞാൽ ഭഗവാൻ പറയുന്നു, പരം എന്ന് വെച്ചാൽ അന്യന്മാർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ദിവസേന ചെയ്തു കൊടുക്കുക. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കൂല്ലേ. നമ്മുടെ വീട്ടിൽ നനയ്ക്കും, നമ്മുടെ വീട്ടിൽ പാത്രങ്ങളൊക്കെ കഴുകും. അടുത്ത വീട്ടിൽ നമ്മളെപ്പോഴും പോയി നോക്കാറുണ്ടോ, അവിടെ നനച്ചിട്ടുണ്ടോ, അവിടെ തേങ്ങ വലിച്ചിട്ടുണ്ടോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, അവിടെ അവർക്ക് രോഗമുണ്ടോ, ഇതൊക്കെ ഇടയ്ക്കൊന്ന് പോയി നോക്കണ്ടേ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നവരടുത്തൊക്കെ ഇടയ്ക്ക് പോയി ഗൃഹസന്ദർശനമൊക്കെ നടത്തിയിട്ട് അവർക്ക് എന്താണോ ആവശ്യമുള്ളതെന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി അവരറിയാതെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ സഹായിക്കണം. ഇതിനാണ് പരാർത്ഥേഹ. ഇത് ചെയ്യുന്ന ഒരുപാട് പേരിരിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും. ഞാൻ തന്നെ പല ആൾക്കാരെ അറിയാം. ഈ പരാർത്ഥേഹ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, പിന്നീട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഭഗവാൻ സാധിപ്പിച്ചു. ഇതെല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. ഭഗവാൻ പറയാണ്, മനുഷ്യർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഉദ്ധവ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തതാണ് തുഷ്ടി. തുഷ്ടി എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക. എന്താണോ നമുക്കൊരു കർമ്മം ചെയ്തിട്ട് കിട്ടുന്നത്, അതെന്താണെങ്കിലും ആ കിട്ടിയതുകൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത് നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഭഗവാൻ പറയുന്നു, പുംസാം ഉപാസിതാസ്താദ യഥാകാമം ദുഹന്തി. ഈ പറയുന്ന 24 കാര്യങ്ങൾ അതിൽ ഏതെങ്കിലും ചിലതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്തു നോക്കിയാൽ
ഭഗവാൻ പറയുകയാണ്, വളരെ എളുപ്പത്തിൽ നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും ഭഗവാൻ സാധിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ ഉദ്ധവൻ വേറെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. പിന്നീട് ഉദ്ധവൻ ചോദിക്കുന്ന ചോദ്യം, ഈ 3 തരത്തിലുള്ള യോഗങ്ങളുണ്ട് എന്ന് പറയും. നേരത്തെ പറഞ്ഞല്ലോ, കർമ്മയോഗമുണ്ട്, അതുപോലെ ഭക്തിയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്. അതൊന്നുകൂടി എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അതിനൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കൽ ഒരു മരം ഒരാളിങ്ങനെ വെട്ടുകയായിരുന്നു അത്ര. മരം ഇങ്ങനെ വെട്ടുന്ന സമയത്ത് മരത്തിൻ്റെ മുകളിൽ ഒരു കിളി കുടുംബമായിട്ട് താമസിക്കുന്നു. ഈ ഭഗവാൻ പറയുന്ന മിക്കവാറും കഥകളൊക്കെ പ്രകൃതിയിലുള്ള ചെറിയ 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 കഥകളാണ്. അപ്പോൾ കിളിക്ക് മനസ്സിലായി, എന്ത്, എൻ്റെ വീട് താമസിയാതെ താഴെ വീടും, എൻ്റെ കുടുംബക്കാർ മുഴുവനും എനിക്ക് നഷ്ടപ്പെട്ടു പോവാണ്. മനസ്സിലായ കിളി എന്താ ചെയ്യുക? കിളി ഉടനെ ആ വൃക്ഷം ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും ഒരു നല്ല വൃക്ഷത്തിലേക്ക് എന്ത് ചെയ്യും? മാറി താമസിക്കും അല്ലേ? നമുക്കിപ്പോൾ എന്താ മനസ്സിലായത് ഇത് കേട്ടപ്പോൾ? പ്രത്യേകിച്ച് നോക്കുന്ന ഏതോ ഒരു കിളി ഉണ്ടെന്ന് പരമേശ്വരൻ പറഞ്ഞു, ആരോ ഒന്ന് മരം വെട്ടി എന്ന് പറഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞിട്ട് അധികം പായസമൊന്നും കഴിക്കണ്ടാന്ന്. എന്നിട്ടും ചില ആൾക്കാർ പാലടയാണോ കിട്ടിയത്, കുറച്ച് അധികമൊക്കെ കഴിച്ചു തോന്നുന്നില്ലേ? ഉച്ചയ്ക്ക് പായസധികം കഴിച്ചാൽ എന്താ ഉണ്ടാവുക? പായസധികം കഴിച്ചാൽ പിന്നെ ഇവിടെ വന്നിരുന്ന് ഞാൻ എന്ത് പറഞ്ഞാലും പിന്നെ അതൊന്നും തലയിൽ കയറില്ല. പിന്നെ നമുക്കൊരു തരം ഉറക്കം ഇങ്ങനെ തൂങ്ങണ വഴി വരും അല്ലേ? അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. അപ്പോൾ അതാണ് ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയും. നമ്മളെ മയക്കുന്ന നല്ല പോലെ പായസം കഴിച്ചാൽ പിന്നെ നമുക്കൊരു മയക്കം വരും അല്ലേ? അപ്പോൾ ആ സമയത്ത് നമുക്ക് പറയണമെന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ മരത്തിൻ്റെ കഥ, കിളിയുടെ കഥ കേട്ടപ്പോൾ എന്താ മനസ്സിലായത്? നമ്മളുടെ കഥയാണ്. നേരത്തെ പറഞ്ഞില്ലേ, വൃക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. ഒരു ശരീരത്തിനും വൃക്ഷത്തിനും സാധർമ്യങ്ങൾ കുറേ ഉണ്ട്. വൃക്ഷത്തിൽ കാണുന്നതൊക്കെ നമ്മുടെ ശരീരത്തിൽ കാണാം. 1-2 ഉദാഹരണം പറയാം, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. വൃക്ഷം പണ്ട് എങ്ങനെയായിരുന്നു? ആൽമരം കണ്ടിട്ടില്ലേ? ആൽമരത്തിൻ്റെ ആദ്യത്തെ അവസ്ഥയിൽ വളരെ ചെറിയൊരു വിത്താണല്ലേ. ആ വിത്ത് ഏതെങ്കിലും പക്ഷികളൊക്കെയാണ് പഴം കൊത്തി കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടിടും. അത് ചിലപ്പോൾ ഒരു അമ്പലത്തിന് മുന്നിലാണ്. ആ അമ്പലത്തിന് മുന്നിൽ അത് വളർന്നു വലുതായിട്ട് വലിയൊരു ആലാവാണ്. വലിയൊരാലാവാനുള്ള മുഴുവൻ ഘടകങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? ആ ചെറിയ ആലിൻ്റെ വിത്തിലുണ്ടായിരുന്നു. നമ്മുടെ കാര്യം അങ്ങനെയല്ലേ? നമ്മൾ പണ്ട് വളരെ ചെറുതായിരുന്നു അല്ലേ? പിന്നീടാണ് നമ്മൾ വലുതായി ഇങ്ങനെയൊക്കെ ആയി. ആ വൃക്ഷം കുറേ കാലം കഴിഞ്ഞാൽ എന്താവും? അത് വീഴാൻ പുറപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്നും നിലനിൽക്കില്ല. കുറച്ച് കാലം കഴിഞ്ഞാൽ അത് വീഴാൻ പോകും. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കേൾക്കാവുന്നതാണ്. ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും. ഈ വൃക്ഷത്തിൽ ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ കാലത്ത് നമ്മൾ പുതിയ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് മരം വെട്ടുന്നത്. ഭഗവാൻ ഈ ഉദ്ധവോപദേശം ചെയ്യുന്ന കാലത്ത് ആമാതിരി യന്ത്രങ്ങളൊന്നുമില്ല. കോടാലി കൊണ്ടുവന്നിങ്ങനെ മരം വെട്ടുകാരൻ വെട്ടും. ഒരു വെട്ടുമ്പോൾ ഒരു ചീട് തെറിച്ചു പോകും. അടുത്ത വെട്ടുമ്പോൾ അടുത്ത ചീട് തെറിച്ചു പോകും. അത് കഴിഞ്ഞ് ഈ മരം അവിടെയും ഇവിടുന്ന് വിടാതിരിക്കാൻ മരത്തിൻ്റെ മുകളിൽ കയറ് കെട്ടിയിട്ട് വേറൊരു ഭാഗത്തേക്ക് പിടിച്ചു വലിച്ചിട്ട് മുറിക്കുന്ന പഴയ രീതി കണ്ടിട്ടുണ്ടാവില്ല. ആ രീതിയാണ് ഭാഗവത്ത് പറയണം. ഇതുപോലെ അവിടെ മരത്തിൻ്റെ മുകളിൽ കയറിട്ടതുപോലെ നമ്മളുടെ കഴുത്തിൽ ആര് കയറിട്ടിട്ടുണ്ട്? ആരായിട്ടത്? മരം വെട്ടുകാരനല്ല, കാഹലൻ നമ്മുടെ എല്ലാവരുടെയും കഴുത്തിൽ കയറിയിട്ടിട്ടുണ്ട്. ഈ മരം കുറേ വെട്ടുമ്പോഴാണല്ലോ വീഴുക. അതുപോലെ നമ്മളുടെ കഴുത്തിൽ കയറിട്ട് അയാൾ നിങ്ങൾ നോക്കി വലിക്കണം. ഈ മരം എങ്ങനെങ്കിലും വീഴുന്നില്ല. ഈ കാലം നോക്കി ഇത് എവിടേക്കാണ് വീഴുക? തീവണ്ടീൻ്റെ അടിയിൽ കൊണ്ടുവരണോ? ബസ്സിൻ്റെ അടിയിൽ കൊണ്ടുവരണോ? ഷുഗർ വേണോ? തലകറങ്ങി വീഴണോ? ഹൃദയസ്തംഭനം വേണോ? ഡയാലിസ് ചെയ്തുകൊണ്ട് മരിക്കണോ? അതല്ല തേനീച്ച കുത്തി മരിക്കണോ? ഇതൊക്കെ നോക്കിയിട്ട് വേണ്ടേ? ഈ തേനീച്ച കുത്തി മരിക്കേണ്ട ആൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? തീവണ്ടീൻ്റെ അടിയിൽ പെട്ട് മരിക്കില്ല. അയാളെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ നെറ്റിയിൽ രോമല്ലല്ലോ, ശ്രദ്ധിച്ചില്ല അല്ലേ? അന്ന് വൈകുന്നേരം കൈമാറി വീഴുള്ളൂ. നെറ്റിയിൽ രോമം ഉണ്ടാവില്ല. എന്താ കാരണം? മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ഈ നെറ്റിയിലാണ് എഴുതി വയ്ക്കുക. എവിടെയാണ് ജനിക്കുന്നത്, അച്ഛൻ്റെ പേരെന്താണ്, അമ്മയുടെ പേരെന്താണ്, എത്ര ഭാര്യമാരുണ്ടാവും, മിക്കവാറും ഒന്നായിരിക്കും, ചിലതെണ്ണം കൂടും, പിന്നെ എത്ര കുട്ടികളുണ്ട്, എല്ലാ കാര്യങ്ങളും എവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ അതിലൊരു ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും. 2026 ഒക്ടോബർ 14 രാവിലെ 7:17:12 എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ? ഇത് മനസ്സിലാക്കി എന്താണല്ലേ? അത് എഴുതി വെച്ചിട്ടുണ്ടാവും. എല്ലാവരും നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ നെറ്റിയിൽ രോമങ്ങളൊന്നുമില്ലല്ലോ. ഇവിടെയാണ് ആൾക്കാർ വെച്ചാൽ തലയിൽ എവിടെയോ എഴുതി വെച്ചോ? തലയിലല്ല, ഇവിടെയാണ് എഴുതി വെക്കുന്ന സ്ഥലം നെറ്റിയിലാണ്. അപ്പോൾ ഭാലം എന്ന് പറയുമല്ലോ സംസ്കൃതത്തിൽ. അതാണ് ചില ആൾക്കാർക്ക് വലിയ നെറ്റി ഉണ്ടാവും. എന്താ? കുറേ എഴുതാണ്ടാവില്ല. ചില ആൾക്കാർക്ക് അത്രയൊന്നും എഴുതാണ്ടാവില്ല, ആകപ്പാടെ ലേശം എഴുതാണ്ടാവും.
അപ്പോൾ എഴുതാനുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നെറ്റിയിൽ എഴുതി വെച്ചു. അതിലെഴുതിയതൊന്നും എന്തുണ്ടാവില്ല, അതിൽ എഡിറ്റിംഗ് കുറവാണെന്നാണ് പറയണം. ഭാഗവതത്തിലും വേദങ്ങളും എഡിറ്റിംഗ് ഇല്ല. പിന്നെ വല്ലപ്പോഴൊക്കെ ഭഗവാൻ വേണമെങ്കിൽ ചില സ്പെഷ്യൽ കേസിൽ മാത്രമേ എന്ത് നടത്തുള്ളൂ, എഡിറ്റിംഗ് നടത്തും. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ആ എഴുതിയ കാര്യമൊക്കെ അതുപോലെ ഉണ്ടാവുകയാണ് ചെയ്യുക. ഏതായാലും പ്രാരബ്ധം എന്നാ പറയാം. അപ്പം പ്രാരബ്ധം അനുഭവിച്ചു തീർക്കണം, അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഭഗവാനെ ഭജിച്ചാൽ ഭഗവാൻ പറയണു ഞാൻ എന്ത് ചെയ്യും, ആ പ്രാരബ്ധം കുറേ ഭഗവാൻ ഒഴിവാക്കി തരും. ഇപ്പോൾ ഒരാൾ ഒരു 12 കൊല്ലം ഇങ്ങനെ ശയ്യാവലംബിയായിട്ട് കിടക്കാൻ ഒരു യോഗം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അദ്ദേഹം ഗുരുവായൂരപ്പനെ നല്ലതുപോലെ ഭജിച്ചു, ഭക്തിയോടെ ഭജിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും, ഭഗവാൻ വന്നിട്ട് ചെറിയൊരു എഡിറ്റിംഗ് നടത്തും. എന്നിട്ട് ആ 12-ലെ 1 ഭഗവാൻ മാച്ചു കളയും. ഈ ചില ആൾക്കാരുണ്ട്, ചില പ്രത്യേക വെളുത്ത മഷിയുള്ള പേന കൊണ്ടൊക്കെ മാറ്റണത് കണ്ടല്ലേ. ചില ആൾക്കാർ എന്താണ് എന്തെങ്കിലും ചില ബ്ലേഡൊക്കെ എടുത്തിട്ട് ചുരണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, മാറ്റി കളയും. ഇതുപോലെ ഗുരുവായൂരപ്പൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ 12-ലെ 1 മാച്ചു കളയും. അപ്പോൾ എന്തായി, 2 കൊല്ലം അനുഭവിച്ചാൽ മതി. ഈശ്വര, 12 കൊല്ലം അങ്ങനെ കിടക്കേണ്ട മോള് വയ്യാണ്ട് ഇങ്ങനെ കിടക്കേണ്ട ഒരാൾ ഭഗവാനെ ഭജിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, 10 കൊല്ലം കുറച്ച് കൊടുത്തില്ലേ. നല്ല പോവല്ലേ കിട്ടിയത്. 2 കൊല്ലം നീ അനുഭവിക്കണം, കാരണം നീ അമ്മാതിരിയാ ചെയ്ത് കൂട്ടിയത്. നീ എന്നെ ഭജിച്ചത് കൊണ്ട് ഞാൻ 10 കൊല്ലം ഒഴിവാക്കി തരാം, പക്ഷേ 2 കൊല്ലം നീ അനുഭവിച്ചേ പറ്റും. പ്രാരബ്ധം പൂർണ്ണമായിട്ട് ഒഴിവാക്കി തരില്ല, എന്തായാലും കുറച്ചൊക്കെ അനുഭവിക്കണം. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നിർദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരു കർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ധിം ന തരേ സ ആത്മഹ. നല്ലൊരു മനുഷ്യജന്മം കിട്ടി ഭഗവാനെ സേവിച്ചിട്ടില്ലെങ്കിൽ ഭഗവാൻ പറയുന്നു അവൻ ആത്മഹത്യ ചെയ്യുന്നവന് തുല്യമാണ്. അപ്പോൾ ഈ മരം വെട്ടുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് പറയേണ്ടത് കവി. അതെങ്ങനെയാ, കാലത്തോ മുച്ചയ്ക്കോ മന്ദിക്കും രാവിയിലും കാലൻ തൻ വെൺമഴു കയ്യേടാതെ ആയുർദ്രോ മൂലത്തിൽ ആഞ്ഞാഞ്ഞോ വെട്ടുന്നുണ്ടായതു ഹൃസ്പന്ദ വേദ്യമാർക്കും എന്ന് ഭാഗവതത്തിലെ ഈ ശ്ലോകം ഒരാൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. എഴുതിയത് മറ്റാരുമില്ല, നമ്മുടെ സാക്ഷാൽ ജി എന്ന് പറയുന്ന ശങ്കരക്കുറുപ്പാണ്. എന്താ അതിൻ്റെ അർത്ഥം, നമ്മളുടെ മരത്തിൽ ആയുസ്സാകുന്ന മരത്തിൻ്റെ കടക്കിൽ വെട്ടുമ്പോൾ അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. നമ്മുടെ കൈ നല്ലപോലെ മറോട് ചേർത്ത് പിടിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ കേൾക്കില്ല, കാരണം നമ്മുടെ ഈ ശാലയിൽ ഈ ഹാളിൽ പല ശബ്ദവും കേൾക്കാൻ. നേരം വിളിച്ച് രാത്രി ഒരു 3 മണിക്ക് എണീക്കുക. നാളെ രാവിലെ, ഉച്ചക്കല്ല കേട്ടോ, നാളെ രാവിലെ ഒരു 3 മണിക്ക് എഴുന്നേറ്റിട്ട് നമ്മുടെ കൈ നമ്മുടെ മറോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ടപ്പ് 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 കേട്ടിട്ടില്ലേ? കേൾക്കാത്തവരുണ്ടോ? നോക്കിയിട്ടുണ്ടോ ആ ശബ്ദം? അത് ശരിക്കൊന്ന് കേട്ട് നോക്കണം. വേറെ ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് നമുക്ക് മനോഹരമായിട്ട് ആ ശബ്ദം കേൾക്കാം. നമ്മുടെ ആയുസ്സാകുന്ന വൃക്ഷത്തിൻ്റെ കടയ്ക്കൽ കാലൻ വെട്ടുന്ന ശബ്ദമാണ്. ആ വെട്ടിന് കൃത്യമായ എണ്ണം ഉണ്ടത്രേ. അതാണ് മരിച്ചോ എന്ന് ഡോക്ടർ എങ്ങനെയാണ് നോക്കുക? ഒരാൾ മരിക്കാറായ ഡോക്ടർ എവിടെയാണ് പിടിച്ചു നോക്കുക? കയ്യിൻ്റെ മുകളിൽ ഇവിടെ പിടിച്ചു നോക്കുമല്ലേ. ഇവിടെ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ഒരുവിധ എല്ലാ കാര്യം മനസ്സിലും. ഞാനൊരിക്കൽ ഒരു ആയുർവേദ ഡോക്ടറുടെ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ അവിടെ സംസ്കൃതത്തിൽ കുറേ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏതോ ഒരു ഗ്രന്ഥം എടുത്ത് ഞാൻ വെറുതെ ഇങ്ങനെ മറച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഈ കയ്യിൽ നമ്മൾ ഈ റിസ്റ്റ് എന്ന് പറയുന്ന ഭാഗം, ഇവിടെ ഉണ്ടാകുന്ന ചലനങ്ങളെപ്പറ്റി നിരവധി സംസ്കൃത ശ്ലോകങ്ങളിലാണ് അവിടെ എഴുതി വെച്ചത്. കുറേ നേരം ഇരുന്ന് വായിച്ചു. ഈ ചലനം നോക്കിയിട്ട് പറയാൻ പറ്റും ആ രോഗിക്ക് ഹൃദയത്തിലാണോ തകരാറ്, ചെറുകുടലിലാണോ തകരാറ്, വായയിലാണോ തകരാറ്, എന്താണ് രോഗമെന്ന് കേവലം ഒരു വൈദ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇങ്ങനെ തൊട്ടാൽ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പഴയ വൈദ്യന്മാരൊക്കെ ഈ രോഗിയുടെ ഇവിടെ പിടിച്ചു നോക്കുക. ഇവിടെ പിടിച്ചു നോക്കിയിട്ട് പറയും തൻ്റെ ചെറുകുടലിൽ ലേശം തകരാറുണ്ട്, എന്താ കഴിക്കാറ് എന്നൊക്കെ ചോദിക്കും. ഇല്ലേ, അല്ലേ, ഒരു പഴയൊരു ഭാഷയിൽ. അപ്പോൾ അതിൻ്റെ കാരണം ഇവിടെ തൊട്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത് വളരെ കൃത്യമായിരിക്കും ഈ ചലനങ്ങൾ. ആ ചലനങ്ങൾ വളരെ കൃത്യമായി നടക്കണമെങ്കിൽ അത് നമ്മൾ ദിവസേന തൊട്ട് നോക്കണം. അവിടെ നമുക്ക് നമ്മളെ തൊട്ട് നോക്കാം. അപ്പോൾ നമ്മളുടെ ആയുസ് ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്നർത്ഥം. ഭഗവാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഉള്ള ആയുസ് നമ്മൾ എന്തിനു ഉപയോഗിക്കണം? ഈശ്വരനെ ഉപാസിക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്നാണ് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത്. പിന്നീട് ഭഗവാനോട് ചോദിക്കുന്ന ചോദ്യം എത്ര തത്വങ്ങളുണ്ട് എന്ന് ചോദിക്കുകയാണ്.
തത്വങ്ങൾ എത്ര ഉണ്ട് ചോദിച്ച സമയത്ത് അതെല്ലാവർക്കുമുള്ള സംശയമാണ്. 96 തത്വങ്ങളാണോ, അതല്ല 144 തത്വങ്ങളാണോ, അതല്ല 64 തത്വങ്ങളാണോ, 24 തത്വങ്ങളാണോ, 36 തത്വങ്ങളാണോ, 8 തത്വങ്ങളാണോ, ഇങ്ങനെ തത്വങ്ങളെ പറ്റി നിരവധി സംശയങ്ങളാണ്. എല്ലാ സംശയങ്ങൾക്കും ഭഗവാൻ വളരെ കൃത്യമായ മറുപടി പറയും. ഭഗവാൻ പറയുന്നു, തത്വങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് പറഞ്ഞാലും അതെല്ലാം ശരിയാണ്. അതെന്താ കാരണം? ചില തത്വങ്ങളെ മറ്റു തത്വങ്ങൾ ഉള്ളിലിടുകയാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നു അല്ലേ? പഞ്ചഭൂതങ്ങളെ നമുക്ക് വേണമെങ്കിൽ 5 വേറെ വേറെ തത്വങ്ങളായിട്ട് പറയാം. അപ്പോൾ തത്വങ്ങളുടെ എണ്ണം 5 ആയില്ലേ? വേണമെങ്കിൽ പഞ്ചഭൂതങ്ങൾ ഒന്നിച്ച് ഒരു തത്വമായിട്ട് പറയാം. അപ്പോൾ തത്വം ഒന്നായില്ലേ? രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്നൊന്നും പറയാം, ഒന്നിനെ വേറെ വേറെയാക്കിയാൽ 5 തത്വങ്ങളായിട്ടും പറയാം. ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് പലപ്പോഴും എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകുന്നത്.